ഇപ്പോഴും നമ്മളൊരു ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പോലും ഒരു കരിയർ ഗേൾസ് ആണ്. കാര്യം നമ്മൾ ആദ്യം ഇപ്പോഴും നമ്മുടെ കരിയറിനെ കുറിച്ചാണ് ആലോചിക്കുക. പ്രത്യേകിച്ചും ഇത്തരം ഒരു പ്രൊഫഷണൽ സബ്ജക്റ്റിൽ PG എടുത്തു, അത് കഴിഞ്ഞ് സിനിമയിൽ വന്നു. സിനിമ എന്ന് പറയുന്നത് നമുക്ക് സെക്യൂർഡ് അല്ല സിനിമ. കാര്യം നമുക്കറിയില്ല ഈ സിനിമ കഴിഞ്ഞു, പിന്നീട് നമ്മൾക്ക് കഴിവുണ്ട്, ഓക്കെ, എന്നാലും ഒരു സമയമുണ്ട്. സിനിമയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ 5 കൊല്ലം ഞാൻ സിനിമയിൽ പ്രവർത്തിച്ച് 6ാമത്തെ കൊല്ലം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു സെക്യൂരിറ്റി അതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഏതായാലും ഫിലിമിൽ തന്നെ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് വന്നാൽ ചെയ്യും എന്നല്ലാണ്ട് ഇപ്പോൾ എനിക്ക് ഇതിൽ തന്നെ തുടരണം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഫിലിം സ്റ്റാർ ആവണം അങ്ങനെ ഒരു ആഗ്രഹമില്ല എനിക്ക്. ഇപ്പോൾ ഞാൻ PG ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് PhD ചെയ്യണം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു 1 ഇയർ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കോളേജ് ലെക്ചറർ ആവണം. എനിക്കതാണ് ഏറ്റവും ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന ഒരു പ്രൊഫഷൻ അതായിരിക്കും. കോളേജ് ലെക്ചറർ ആവണമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യം, വാട്ട്സ് യുവർ മാൻലി കോൺസെപ്റ്റ്? അങ്ങനെ ചോദിച്ചാൽ കുറച്ച് എനിക്കങ്ങനെ വലിയ സങ്കല്പം ഒന്നുമില്ല. എന്നാലും എനിക്ക് തോന്നുന്നു എന്നെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന, ഇപ്പോൾ ഞാൻ ഫിലിം ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാം. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ കോളേജ് ലെക്ചറർ ആവാനാണ് എൻ്റെ ഇൻട്രസ്റ്റ്. അതുപോലെ ഞാൻ ഫിലിം ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഇനി ഭാവി ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക, ഇപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിൽ അഭിനയിക്കാത്ത ഒരാളാണെങ്കിൽ ഹാപ്പി ആയിരിക്കും. അത്രയേ ഉള്ളൂ, സിമ്പിൾ. കപ്പ ബിരിയാണി എന്ന് പറഞ്ഞപ്പോഴാണ്, കപ്പ ബിരിയാണി കുക്ക് ചെയ്യാൻ അറിയോ? അത് ഇല്ല, എനിക്കറിയില്ല. ഭയങ്കര പാടാണോ അത്? കുറച്ച് ബുദ്ധിമുട്ടാണ്. കപ്പയും ബീഫൊക്കെ ഇട്ടൊരു സംഭവമല്ലേ അത്? ഓക്കെ. എത്രത്തോളം കുക്കിംഗ് പരീക്ഷിച്ചിട്ടുണ്ട്? കാര്യം ആദ്യം നമുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. എനിക്ക് പക്ഷെ കൂടുതൽ ഇഷ്ടം നോൺ-വെജ് ഐറ്റംസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഐറ്റമല്ല, നാടൻ നമ്മുടെ വീട്ടിലത്തെ ചിക്കൻ കറി, ബീഫ്. മാസ്റ്റർ പീസ് എന്താണ്? ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി. പോണ്ടിച്ചേരി കോളേജ് കഴിഞ്ഞു വീണ്ടും ഫിലിമിൽ വന്നു. എത്രത്തോളം ആ ഫ്രണ്ട്ഷിപ്പൊക്കെ കീപ്പപ്പ് ചെയ്യുന്നുണ്ട്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. പിന്നെ ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നു. ഞാൻ മെയ്യിൽ പാസ് ഔട്ടായി, പക്ഷേ ലാസ്റ്റ് ഡിസംബറിൽ ഞങ്ങൾ എല്ലാവരും കൂടി മണാലി ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയോ? ശരിക്കും അഡ്വഞ്ചറസ് അല്ലേ? എത്ര പേരാ പോയെ? ഞങ്ങൾ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം കുറച്ച് പേർക്ക് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇപ്പോൾ ജോലി ചെയ്യാണ്. അപ്പോൾ അവർക്കൊക്കെ ലീവ് കിട്ടാൻ കുറച്ച്. എനിക്ക് മനസ്സിലാവാത്തത്, കോളേജിൽ ഈവൻ വിമൻസ് കോളേജിൽ ഒരു സെക്കൻഡ് സെം ആയിക്കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മണാലി പോവുക. ഞങ്ങൾ പോകുന്നു 3 പേര് അല്ലെങ്കിൽ 4 പേര്. എത്രത്തോളം സേഫാണത്? ഞങ്ങൾ ഗേൾസ് മാത്രമല്ല പോയത്, ബോയ്സും ഉണ്ട്. ഞങ്ങൾ 3 ഗേൾസും 2 ബോയ്സും ആണ് പോയത്. പക്ഷെ ശരിക്കും ഞങ്ങൾ മണാലി പ്ലാൻ ചെയ്തിരുന്നതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, ഞങ്ങളുടെ റൂംമേറ്റ്, അവൾ നാഗാലാൻഡിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ അവളെ വിസിറ്റ് ചെയ്യാൻ പോകണമെന്നാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ കറക്റ്റ് സമയപ്പോൾ അവളുടെ ചേച്ചിയുടെ കല്യാണം. ഇപ്പോൾ അവൾ കുറച്ച് ബിസി ആയിരിക്കും എന്ന് പറയും, ഞങ്ങളോട് വരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഒന്ന് മാറ്റിപ്പിടിച്ചതാണ് മണാലി. പക്ഷേ എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം ബോയ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്ര 5 പേര് തന്നെയുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. ഒരുപാട് അഭിമാനം തോന്നി അത് പറഞ്ഞപ്പോൾ. കാര്യം പണ്ടത്തെ കാലത്ത് നമ്മൾ മിക്സഡ് ആയിട്ട് നമുക്ക് അങ്ങനെ കോളേജിൽ പഠിക്കുന്നതേ ആദ്യം പേരൻസ് ശ്രദ്ധിക്കുന്നത് ഏതൊക്കെ വിമൻസ് കോളേജ് ഉണ്ടെന്നുള്ളതാണ്. ഞാൻ മിക്സഡ് കോളേജിലാണ് പഠിച്ചത്, അതല്ല പറഞ്ഞത്. ബട്ട് എന്നാലും ഒരു ട്രിപ്പ് പോവുക, ഇന്നത്തെ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അവരൊന്നിച്ചിരുന്ന് അവരൊരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ പെരുമാറുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം, അസൂയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. സത്യം, ഒരുപാട് എൻജോയ് ചെയ്യുന്നു ഞാനത് കണ്ടിട്ട്. ഇത്രയും അവർ ഗേൾസ് ആവശ്യമുള്ളപ്പോൾ നോ പറഞ്ഞാലും ബോയ്സിന് പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും ഇതിനൊരു വലിയ പോസിറ്റീവ് സൈഡും ഉണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ എൻജോയ് ചെയ്യുന്നു? നിങ്ങൾ എത്രത്തോളം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്? ശരിക്കും എൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ പല തരത്തിലുള്ള ആളുകളുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ പെൺകുട്ടികളുടെ മുഖത്ത് പോലും നോക്കാത്ത ഒരാളുണ്ടായിരുന്നു. അവൻ ഉത്തർപ്രദേശിൽ നിന്നാണ്. അപ്പോൾ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കില്ല. അപ്പം എന്താ പറയുക, വളരെ ഓർത്തഡോക്സ് ആയിരുന്നു. കാരണം അവൻ വളർന്നു വന്ന സാഹചര്യം മുഴുവൻ അങ്ങനെ. അപ്പോൾ പെൺകുട്ടികൾ ബുർക്കണിയാതെ പുറത്ത് വരില്ല, അങ്ങനെ കുറച്ചൊക്കെ അങ്ങനത്തെ ഒരു ആളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ ശരിക്കും ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ മുഖത്ത് നോക്കില്ല, പെൺകുട്ടികളോട് സംസാരിക്കില്ല. ആ ആള് ഞങ്ങളുടെ കൂടെ ട്രിപ്പിനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയപ്പോൾ അവൻ്റെ അമ്മ
അനിയത്തി എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതുപോലെ മാറ്റിയെടുക്കാനൊക്കെ പറ്റി. പക്ഷെ അവനത് ഇടയ്ക്കിടയ്ക്ക് പറയും ഒരുപാട് ഹാപ്പിയാണ് അവനങ്ങനെ മാറുന്ന അവനൊരിക്കലും കരുതിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയ സമയത്ത് കരയെ വരച്ചത്. ഇപ്പം ഞാൻ പേടിച്ചു. കാരണം അവൻ ലൈഫിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ലോങ് ട്രിപ്പ് വരുന്നത്. ഇപ്പം കോളേജിൽ ഇവിടെ ഉത്തർപ്രദേശിൽ നിന്ന് പോണ്ടിച്ചേരി വരെ വന്നെങ്കിലും ട്രിപ്പ് പോകാനായിട്ട് ഇങ്ങനെ വരുന്നത് ആദ്യം. പിന്നെ അവന് ഏറ്റവും വലിയ പേടി, അവനൊരു മുസ്ലിമാണ്. സോ അവൻ്റെ നാട്ടിലുള്ളത് പോലെയാണ് ഇവിടെയുള്ളവർക്ക്. ഇപ്പം എൻ്റെ വീട്ടിൽ വന്നാൽ എങ്ങനെ ബാക്കിയുള്ളവർ ട്രീറ്റ് ചെയ്യുന്ന വലിയ പേടിയായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ വന്നാൽ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഒരുപാട് പേടിയുണ്ടായിരുന്നു. എന്നോട് അവൻ ഓപ്പണായി ചോദിച്ചൊരു കാര്യം അതാ, ഞാൻ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്നാണ്. അയ്യോ, എനിക്കത് വളരെ ശരിക്കും പറയുമ്പോൾ പോലും എനിക്കത് വിഷമം തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനെ ആരും നിന്നെ ട്രീറ്റ് ചെയ്യില്ല. അപ്പോൾ അവൻ ഏറ്റവും വലിയ പേടിയതായിരുന്നു ഞങ്ങളുടെ കൂടെ വരാൻ സംസാരിക്കാനൊക്കെ. അവൻ അങ്ങനെ, കാരണം അവൻ്റെ ചെറുപ്പം തൊട്ട് അവൻ്റെ ലൈഫിൽ അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസസ് അവനുണ്ട്. സോ അവൻ ഒരുപാട് ഹാപ്പി. അപ്പോൾ അങ്ങനെ കുറേ പേർക്ക് കുറേ സ്റ്റോറീസ് പറയാനുണ്ട്. അപ്പോൾ അവരെല്ലാവരെയും എന്താ പറയുക, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സൊസൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അവൻ വളരെ ഹാപ്പിയാണ്. നമ്മൾ ജോലി കിട്ടി കഴിഞ്ഞ് ശമ്പളം വാങ്ങിയിട്ട് നമ്മൾ ലൈഫും ട്രാവലിങ്ങിലും കൂടെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പക്ഷെ അതുപോലെ തന്നെയാണ് നമ്മൾ വീട് വിട്ട് കോളേജിൽ പഠിക്കുമ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. പലയിടത്തും പോയി, പ്രത്യേകിച്ചും എനിക്ക് പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ അവിടുത്തെ വെസ്റ്റേൺ കൾച്ചർ, ബീച്ച്, അവിടുത്തെ ചില പ്രത്യേക മുറുക്കിൻ്റെ മുകളിലുള്ള കുഞ്ഞു കുഞ്ഞു തട്ടുകടയിൽ കിട്ടുന്ന പ്രത്യേക വിഭവങ്ങൾ, അതൊക്കെ എനിക്ക് കേരളത്തിലില്ല. മഹാബലിപുരം അവിടുന്ന് അടുത്താണ്. അവിടെ കാണാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അവിടുത്തെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആയിട്ടുള്ള പ്ലേസ് എത്രത്തോളം അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്? ഞങ്ങളിപ്പോൾ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടി വീക്കെൻഡ്സിൽ ചെറിയ ട്രിപ്പുകൾ ഇതുപോലെ മഹാബലിപുരം അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ബീച്ച് അങ്ങനെ പോകാറുണ്ട്. പിച്ചാവരം, അങ്ങനെ തഞ്ചാവൂർ വരെയൊന്നും പോയിട്ടില്ല. അതുപോലെ കുറച്ച് അടുത്തടുത്ത് ഓരോ സ്ഥലത്തിനും കഥ പറയാനുണ്ട് നമ്മളോട്. അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സിനെ ഒന്നും അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ വല്ല ഫ്രൈഡേ ഈവനിങ് ഒക്കെ പോയി തിരിച്ചു വരിക. പക്ഷെ അതിനൊക്കെ ശരിക്കും ഞങ്ങൾക്ക് മാതൃക എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലെ ആളുകളാണ്. കാരണം അവർ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ സൗത്ത് പീപ്പിൾ എന്ന് പറഞ്ഞാലും നമ്മൾ മലയാളികൾ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ്, തമിഴ് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് അങ്ങനെ ആയിരിക്കും. പക്ഷേ നോർത്ത് ഈസ്റ്റുകാർക്ക് അങ്ങനെയില്ല. അവർ നാഗാലാൻഡ്, മണിപ്പൂർ അങ്ങനെ സെപ്പറേഷൻ അവർക്കില്ല. നോർത്ത് ഈസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഒരു ഗ്രൂപ്പാണ് അവർ. സോ എല്ലാവരും എല്ലാ ആഴ്ചയിലും അങ്ങനെ ട്രിപ്പ് പോകും, പലയിടത്ത് പോകും, അങ്ങനെ സ്റ്റേ ചെയ്ത് തിരിച്ചു വരിക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ആകെ ഒരേ ആളേ ഉള്ളൂ നോർത്ത് ഈസ്റ്റ് നിന്ന്. അപ്പോൾ അവളിങ്ങനെ ഓരോ കഥ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പ്ലാൻ ചെയ്ത് സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരുപാട് സമയം. പിന്നെ അതുപോലെ ഫിലിംസിന് പോകാൻ ഞങ്ങളുടെ വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അതിപ്പം തമിഴ് ഫിലിംസേ അവിടെ വരുള്ളൂ. പക്ഷെ ലാലാലാൻഡ് ഒക്കെ അവിടെ വന്നല്ലോ. കേരളത്തിലെ പോലെയല്ല, അവിടെ കുറച്ചുകൂടെ മലയാള ഫിലിംസ് ഇല്ലാന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തമിഴ് ഫിലിംസ് കാണാൻ ഈ പറഞ്ഞ നാഗാലാൻഡ് എന്നുള്ള കുട്ടി വരെ വരും. അവർക്കൊന്നും മനസ്സിലാവില്ല, സബ് ടൈറ്റിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ വിഷ്വല് കണ്ട് ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നല്ല സിനിമയ്ക്കും ഭാഷയില്ല, എല്ലാവർക്കും അത് ഒരു ഹാപ്പിനെസ് കൊണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ പോണ്ടിച്ചേരിയിലുള്ള ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് അവരുടെ വീട്ടിൽ പോകുമായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി. എന്നിട്ട് ഒരുമിച്ച് കുക്ക് ചെയ്യുക. ചിലപ്പോൾ അവർ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് തരിക. അങ്ങനെ അവരുടെ ഫംഗ്ഷൻസിനൊക്കെ ഞങ്ങളെ വിളിക്കും, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോവുക, വരിക. പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്തു അല്ലേ? കാര്യം പറയുമ്പോൾ തന്നെ ഒരുപാട് ഇത്രയും പറയാനുണ്ടെങ്കിൽ തന്നെ എക്സ്പീരിയൻസ് ഇത് എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇന്ന് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആദ്യത്തെ സിനിമയാണ് രണ്ടാമത്തെ സിനിമ തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമത്തെ സിനിമയാണ് പിന്നെ അങ്ങോട്ടുള്ള വലിയ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. കാര്യം സിനിമയ്ക്കും നമ്മുടെ കരിയറിലൊരു സ്പെഷ്യൽ ലാൻഡ് മാർക്കാണ്. അതൊരു മാർക്ക് ചെയ്ത് തരും നമുക്ക്. അപ്പോൾ ഒന്നാമത്തെ സിനിമയിലും രണ്ടാമത്തെ സിനിമ ഇപ്പം ഞാൻ കണ്ടതാണ് തിയേറ്ററിൽ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 സിനിമയൊക്കെ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കഥകൾ കേൾക്കേണ്ടി വരും. എത്ര കഥ കേട്ടു ഇതുവരെ? അയ്യോ, ഞാനങ്ങനെ കഥ ഒരുപാട് കേട്ടുന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും എനിക്ക് അധികം കഥകൾ കേൾക്കേണ്ടി വന്നിട്ടില്ല. കാരണം എന്തായാലും ആദ്യം ചോദിക്കുന്നത് ഡേറ്റിൻ്റെ കാര്യമായിരിക്കും. പിന്നെ ക്യാരക്ടർ എന്താണെന്നൊരു ഔട്ട്ലൈൻ തരും. അപ്പോൾ നമുക്ക് അതെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ ആയിട്ട് കഥ പറയുള്ളൂ. സോ അങ്ങനെ ഫുൾ ഇരുന്ന് കഥ കേൾക്കാൻ മാത്രം വലിയൊരു ആർട്ടിസ്റ്റൊന്നും ആയിട്ടില്ല ഞാൻ. സോ അഥവാ ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ അവർ വീട്ടിൽ വരും. അങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കേട്ടത് ഒരു 2-3 കഥകളൊക്കെ ഉള്ളൂ. പിന്നെ 3 കഥ കേൾക്കുക ചെറിയ കാര്യമല്ല. ശ്യാം ദത്ത് സ്റ്റോറി ഇവിടെ വന്ന് പറഞ്ഞു. എത്രത്തോളം എവിടെയായിരുന്നു ആ ഡിസ്കഷനൊക്കെ?
അത് പറയാലോ, ബാക്കി സിനിമയുടെ ക്യാരക്ടർ ഒന്നും പറയാതെ. ഓക്കെ, അത് കൂടുതലും ഫോണിൽ കൂടെ തന്നെയായിരുന്നു ശാന്തതേട്ടന്. കാരണം അല്ല, കട്ടപ്പനയിൽ ഋതിക് റോഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ശാന്തതേട്ടനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു മൂവി ചെയ്യും, അതിൽ നിനക്കൊരു റോൾ ഉണ്ടാവും, ഇത്ര മാത്രം പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, ഞാൻ നിന്നോട് പറഞ്ഞ മൂവി അത് നമ്മൾ പ്രോജക്റ്റ് ചെയ്താലും ഓൺ ചെയ്യാണ് നമ്മളിപ്പോൾ. എന്നിട്ട് ക്യാരക്ടർ എന്താണെന്ന് എനിക്കൊരു ഏകദേശം ഐഡിയ പറഞ്ഞു. ഇല്ല, ഞാൻ ഒരിക്കൽ ശാന്തതേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ സ്ക്രിപ്റ്റ് എനിക്ക് ഫുൾ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിലൊരു പേരൊക്കെ ഉണ്ട്, അത് ഞാൻ പറയാൻ പറ്റില്ല, സോറി. അപ്പോൾ അത് അങ്ങനത്തെ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. ശാന്തതേട്ടന് വീട്ടിൽ പോയിട്ടാണ് ഞാൻ ആ സ്റ്റോറി കേട്ടത് ഫുൾ. വീട്ടുകാരോട് പറഞ്ഞ് ഫോട്ടോ അയച്ചതിന് ശേഷം അമ്മയുടെ അടുത്ത് കൺവിൻസ് ചെയ്ത് സിനിമയിൽ വന്നു. പേരൻസ് സിനിമ കണ്ടതിന് ശേഷം എന്ത് പറഞ്ഞു? എന്താ എനിക്ക് തോന്നുന്നു എന്നേക്കാൾ സന്തോഷം അവർക്കാണ്. കാരണം ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം ഇറങ്ങിയ സമയത്താണെങ്കിൽ കൂടി എല്ലാവരെയും വിളിച്ച് പറയാം, ഇപ്പോൾ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് എല്ലാവരെയും തിയേറ്ററിൽ കൊണ്ടുപോവുക, ഫിലിം കാണുക, വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുക എല്ലാവരെയും. അങ്ങനെ എനിക്ക് തോന്നുന്നു അമ്മ ഒരു 5-6 തവണ ഈ 2 ഫിലിംസും കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ പോയി തന്നെ. ഞാൻ ആകെ ഈ 2 സിനിമകൾ ഓരോ തവണ പോയിട്ടുള്ളൂ. അത് മഹേഷിന്റെ പ്രതികാരം ഇറങ്ങിയപ്പോൾ ഞാൻ നാട്ടിലില്ല. എനിക്ക് തോന്നുന്നു അമ്മയുടെ ഓഫീസിലൊക്കെ അമ്മയ്ക്ക് കിട്ടിയ റെസ്പോൺസ് അപ്പൊ അമ്മ ഇപ്പം ചെറുതായിട്ടൊന്ന് ചെത്തുവാണ്. പിന്നെ അതുപോലെ അനിയത്തിയുടെ ഫ്രണ്ട്സിനെ കൂട്ടി അനിയത്തി തിരുവനന്തപുരത്തുനിന്ന് അവിടെ ഫിലിം പോവാറുണ്ട്, ഫിലിമിനൊക്കെ. അപ്പോൾ അവിടെ എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്സ് എല്ലാവരും വിളിക്കാറുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുക, സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അവർക്കും സന്തോഷമാണ്. സിനിമ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ? സിനിമയിൽ വന്നു, നമുക്ക് പ്രതികരണം കിട്ടി, നമ്മൾ നന്നായി ചെയ്യാൻ പറ്റി, നമുക്ക് ഒത്തിരി സന്തോഷം. സിനിമ കാണുന്നത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നു? സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാണാൻ. പിന്നെ ഞാൻ ഡിഗ്രി ചെയ്തത് BSc വിഷ്വൽ മീഡിയ ആണ്. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വേൾഡ് ഫിലിംസ് ഒക്കെ കാണാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിലാണ്. കാരണം ഈ എൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറേയൊക്കെ നല്ല നല്ല ഫിലിംസ് കാണുന്നത്, ഇൻ്റർനാഷണൽ ഫിലിംസ് കാണുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലും എന്താ പറയുക, ഒരു ഓഫ് ബീറ്റ് മൂവീസ്, അങ്ങനെ ഒരു ടൈപ്പ് മൂവീസാണ് എനിക്കിഷ്ടം. കൊമേഴ്ഷ്യൽ മൂവീസ് കാണും, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ പ്രിയം ഒരു ഓഫ് ബീറ്റ് മൂവീസാണ്. പക്ഷേ എല്ലാത്തരം സിനിമകളും എൻജോയ് ചെയ്ത് കാണാറുണ്ട്. ഇപ്പോൾ പിന്നെ മുമ്പ് ഞാൻ കണ്ടിരുന്ന പോലെയല്ല, ചെറിയ മാറ്റം എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് അവരെങ്ങനെയാണ് ഓരോ ക്യാരക്ടറിനെ അത് ഉൾക്കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ശ്രദ്ധിക്കും. അത് മാത്രമേ മാറ്റമുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ എൻജോയ് ചെയ്ത് തന്നെയാണ് കാണുക. ഇപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോഴാണ് ഫിലിം കാണുന്നത്. എല്ലാവരും ഓരോരുത്തരും അതിനോട് എങ്ങനെ, ആ ഒരു സന്ദർഭത്തോട് എങ്ങനെ റിയാക്ട് ചെയ്തു. എത്രത്തോളം സോഷ്യൽ ഇഷ്യൂസിൽ ഇടപെടാറുണ്ട്, അത് നിരീക്ഷിക്കാറുണ്ട്? ഞാൻ അങ്ങനെ ഇടപെടുന്ന ആൾ അല്ല. നമ്മൾ ഇടപെട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. വളരെ പത്തറ്റിക് ആയിട്ടുള്ള, വളരെ വിഷമം പിടിച്ച കാര്യം കഴിയുമ്പോൾ എന്ത് വേൾഡാണിത് നമ്മളോട് തന്നെ പറയാറുണ്ട്. അങ്ങനെ ഒരു നിരീക്ഷണം പോലും നടത്താറില്ലേ? ഉണ്ട്. അപ്പോൾ ചിലത് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും പേടി എൻ്റെ അനിയത്തിയെക്കുറിച്ച് ഓർത്തലാണ്. സോ ഞാനപ്പം കുറച്ചുകൂടെ എങ്ങനെയൊക്കെ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാം, മാനേജ് ചെയ്യാം, അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കും. എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ ബോൾഡാണ് പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹൗ ഡു യു റേറ്റ്? എത്രത്തോളം ബോൾഡാണ് ലിജോ മോൾ? ഞാൻ അത്യാവശ്യം വേണ്ട സന്ദർഭങ്ങളിൽ പ്രതികരിക്കാനുള്ള ബോൾഡ്നെസ് ഉണ്ട്. വിസ്കോം പഠിക്കുമ്പോഴാണ് സിനിമ കണ്ടത്, വേൾഡ് സിനിമ പ്രത്യേകിച്ചെന്ന് പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ? എനിക്ക് മജീദിയുടെ ഫിലിംസൊക്കെ എല്ലാം തന്നെ ഇഷ്ടമാണ്. പക്ഷെ മലയാളം ഫിലിംസിലേക്ക് വന്നാൽ കുറേ ഉണ്ട്. പക്ഷെ എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ഫിലിം ആരണ്യകം. കുറേ പഴയ ഒരു ഫിലിമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ആരണ്യകം. ഇഷ്ടപ്പെട്ട നടൻ, നടി, അഡോർ ചെയ്യുന്ന നടൻ? ഇഷ്ടപ്പെട്ട നടൻ, നടി എനിക്ക് തോന്നുന്നു മോഹൻലാൽ. കാരണം മോഹൻലാലിന് എല്ലാത്തരം ക്യാരക്ടേഴ്സും. ലാലേട്ടൻ വിൽ ബി വെരി ഹാപ്പി. ലാലേട്ടൻ കാണുന്ന ഒരു പ്രോഗ്രാമാണ് താരപ്പായിട്ട്. എനിക്ക് ആമിർ ഖാനെ ഒരുപാട് ഇഷ്ടമാണ്. ആമിർ ഖാൻ, ഞാനൊരു ആമിർ ഖാൻ ഫാനാണ്. പക്ഷെ മോഹൻലാലിനോട് ആരാധന ഇല്ല മോഹൻലാലിനോട്. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ വളരെ നന്നായി ചെയ്യുന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ആമിർ ഖാനോടാണ് എനിക്ക് ആരാധന. ഫീമെയിൽ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പാർവതിയെ ഇഷ്ടമാണ്. നമ്മുടെ മലയാളത്തിലെ
വേറെ ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ ആണ്. നേരത്തെ പറഞ്ഞു അച്ഛന് കൃഷിയാണ്, അവിടെ സ്ഥലമുണ്ട്. എന്തൊക്കെ കൃഷിയാണ് അവിടെ ചെയ്യുന്നത്? എത്രത്തോളം കാർഷിക മേഖലയിലോട്ട്? കാര്യം അത് നമ്മുടെ ഒരു വികാരമാണ്. നമ്മളിപ്പോൾ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് തിരിച്ചു പിടിക്കേണ്ട ഒരു വലിയ മേഖലയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഇടപെട്ട് കൊണ്ടുവരുന്ന സംസ്കാരം കൊണ്ടുവരണമെന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. വീട്ടിൽ ശരിക്കും ഉള്ളത് കാപ്പി കൃഷി, പിന്നെ കുരുമുളക്, ഇതാണ് മെയിനായിട്ട്. പിന്നെ അമ്മയ്ക്ക് കുറേ പച്ചക്കറി തോട്ടം, അങ്ങനെ വീട്ടിൽ തന്നെ പച്ചക്കറി കുറേ ഉണ്ട്, വഴുതന, പയർ, അങ്ങനെ കുറച്ച്. കാര്യം കേരളത്തിൻ്റെ ഉത്സവങ്ങൾ പോലും കാർഷികപരമായി റിലേറ്റ് ചെയ്താണ്, പുഞ്ചയും കൊയ്ത്തും അങ്ങനെ. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ, ഇപ്പോൾ ഇച്ചാച്ചൻ എന്നാണ് ഞാൻ വിളിക്കുക അച്ഛനെ, അപ്പോൾ ഇച്ചാച്ചനൊക്കെ ഉള്ളതിനേക്കാൾ കുറവാണ് ഇപ്പോൾ. എന്താ പറയുക, കൃഷിയോടുള്ള താല്പര്യം എന്നല്ല, പക്ഷെ ആളുകളെ കിട്ടാനില്ല. ഇപ്പം പണി ചെയ്യാനാണെങ്കിലും ഇപ്പോൾ ഒറ്റയ്ക്കാണ്, അപ്പോൾ എല്ലാം കൂടി നോക്കി നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇടുക്കിയിലൊക്കെ ബംഗാളികൾ വന്നു തുടങ്ങി. ഇടുക്കിയിലും ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്നിട്ടില്ല, പക്ഷെ ഉണ്ട്. ഹണി ബി റിലീസായി, ഹണി ബി 2.5 ഈസ് യെറ്റ് ടു ബി. എന്താണ് ആ ഒരു വ്യത്യാസം? എന്താണ് അതിലെ ക്യാരക്ടർ? അത് ശരിക്കും ആ മൂവിയെ പറ്റിയാണ് പറയാനുള്ളത്. അത് ശരിക്കും ഒരു എക്സ്പെരിമെൻ്റ് ആണ്. കാരണം ഒരു ഫിലിമിൻ്റെ ലൊക്കേഷനിൽ വേറൊരു ഫിലിം ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത്, അതിലെ വിശേഷങ്ങൾ പറയുന്നത് അത് തന്നെ. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ആ ഫിലിമിനെ കുറിച്ച് പറയാനാണെങ്കിൽ. പിന്നെ ആസിഫ് അലിയുടെ ബ്രദർ അസ്കർ അലിയുടെ ഫസ്റ്റ് മൂവിയാണ്, അവൻ ഹീറോ ആയിട്ടുള്ള മൂവി. ഇത് രണ്ടുമാണ് അതിൻ്റെ മെയിൻ, എന്താ പറയുക, ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ശരിക്കും അത് എല്ലാവരും കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ്. എനിക്ക് തോന്നുന്നു 2.5-ല് 2-ലുള്ള എല്ലാവരും അതേപടിയാണ് എത്തുന്നത്. അതെ, ഇപ്പോൾ സിനിമാക്കാരായും അത് തന്നെ. ഇപ്പോൾ അതിലെ ഡയറക്ടർ ലാലേട്ടൻ എനിക്ക് തോന്നുന്നു താരപ്പകട്ടിൽ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ, സിനിമയുടെ കാര്യങ്ങൾ വിശേഷം പങ്കുവെച്ചു. ആണല്ലേ? ശരിക്കും ലാൽ സാറിൻ്റെ തന്നെ ഒരു ആശയമാണ് ഇങ്ങനെ ഒരു ഫിലിം ലൊക്കേഷനിൽ. ഇപ്പോൾ സാറ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരുപാട് ഇപ്പോൾ നമ്മൾ ലൊക്കേഷൻസിലൊക്കെ കാണും ഒരുപാട് പേര് ചാൻസ് ചോദിച്ചു വരുന്നത്. അപ്പോൾ അതുപോലെ ചാൻസ് ചോദിച്ചു വരുന്ന ഒരാളുടെ കഥയും കൂടിയാണ് ഹണി ബി 2.5. ഹണി ബി 2.5 കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, കേരളക്കര ഏറ്റെടുക്കട്ടെ, ആഘോഷിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഹാഡ് എ ഗ്രേറ്റ് ടൈം. വളരെ നല്ലൊരു വിശേഷം പറഞ്ഞ ഒരു നാട്ടിൻപുറത്തെ നന്മ ഉള്ള ഒരു ഇൻ്റർവ്യൂ. നന്ദി. ഓക്കെ, ബൈ.